Hello? 1 second. Mr. Balu, would you like to have some tea? No. Thank you. Okay. Dahi vada mati. Oru lime tea. It's interesting. Like a cinema. എനിവേ ഡിവോഴ്സ് ആക്ടിൽ പറയുന്ന ഒരു ക്ലോസിലും പെടുന്നതല്ല നിങ്ങളുടെ പ്രശ്നം. പക്ഷേ സ്ത്രീക്ക് മുന്നോട്ട് വെക്കാവുന്ന ഒരു ക്ലോസ് ഉണ്ട്. ഇറക്കൺസൈലബിൾ ഡിഫറൻസസ്, പരിഹരിക്കാൻ പറ്റാത്ത പൊരുത്തക്കേടുകൾ. സർ, എനിക്കറിയില്ല ഞാനിങ്ങനെ ആയത് അവളെന്നെ വിട്ടതുകൊണ്ടാണോ അതോ അവളെന്നെ വിട്ടത് ഞാനിങ്ങനെ ആയതുകൊണ്ടാണോ എന്ന്. ഐ ഡോണ്ട് നോ. ഞങ്ങൾ തമ്മിൽ ഇത്രയും ഡിഫറൻസസ് ഐ ഡോണ്ട് നോ സർ. ഐ ഡോണ്ട് നോ. മിസ്റ്റർ ബാലകൃഷ്ണൻ, മനുഷ്യർക്കാണ് സെന്റിമെന്റ്സ്. മനുഷ്യരുണ്ടാക്കിയ നിയമത്തിന് ഒരു സെന്റിമെന്റ്സും ഇല്ല. ഏത് ജഡ്ജിന്റെ മുമ്പിൽ ഈ കേസ് എത്തിയാലും ബാലുവിന്റെ വാദത്തിന് ഒരു കഴമ്പും ഉണ്ടാവില്ല. ലെറ്റ് മീ ആൾസോ സിറ്റ് വിത്ത് ഹർ. I will convince your feelings. നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? I take you to be my wedded wife. To have and to hold from this day forward. To have and to hold from this day forward. For better, for worse. For better, for worse. For richer, for poorer. For richer, for poorer. In sickness and in health. In sickness and in health. In joy and in sorrow. In joy and in sorrow. To love and to cherish as long as we shall both live. To love and to cherish as long as we both shall live. I give you this ring as a sign of my promise. I give you this ring as a sign of my promise. You may kiss the wife. കുഞ്ഞേ, ഞാൻ നിന്നെ ഗുണദോഷിക്കാൻ ആളല്ല. ഞാൻ വെറും ഒരു ശരണാർത്ഥിയായി ഇവിടെ. നിന്നെ ഒന്ന് കാണാനാണ് വിളിപ്പിച്ചത്. മാരേജ് എല്ലാം പാരൻസിൻ്റെ ബ്ലെസ്സിങ്സോടെ നടത്തണം. വീട്ടിൽ പോകുന്ന വഴിക്ക് ബുദ്ധി പോകൂ എന്നല്ലേ പ്രമാണം. എനിക്കിവൾ മകളെ പോലെയാ. നിന്റെ കൈകളില്ല ഇനി ഇവൾ. ബാലു, ഈ രാത്രി നമുക്ക് ഇങ്ങനെ തന്നെ ഇരുന്നാലോ? ലെറ്റ്സ് നോട്ട് സ്ലീപ്പ്. Okay. It's so pretty, no? I know. Show me yours. Wait. Oh, looking nice. Nice. ആരാ ഈ റിംഗ് കണ്ടുപിടിച്ചേ? വല്ല ഗ്രീക്കുകാരനോ ജർമ്മൻകാരനോ ആയിരിക്കും. You know? Round is a sign of eternity. Really? Yeah. ശരിക്കും ബാലുവിന് എപ്പോഴാണ് എന്നോട് പ്രേമം തോന്നിയത്? നിന്നെ ആദ്യമായിട്ട് ഓഫീസിൽ കണ്ടപ്പോൾ. അത് വെറുതെ. ശരിക്കും
ഞാനൊരു ഈശ്വരവിശ്വാസിയായിരുന്നെങ്കിൽ നിന്റെ പഴയ പ്രേമം പൊട്ടാൻ വേണ്ടി പള്ളിയിൽ മെഴുതിരി കത്തിച്ചേനെ, അമ്പലത്തിൽ കർപ്പൂരം കത്തിച്ചേനെ. ഭാഗ്യം, അതിനുമ്പ് പൊട്ടിക്കിട്ടി. എടാ കള്ള, ആളിന്റെ ഉള്ളിലിരിപ്പ് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഇനിയിപ്പോൾ എല്ലാം കൺഫ്യസ് ചെയ്യാമല്ലോ. ഐ ഹാവ് നെവർ ബീൻ അട്രാക്റ്റഡ് ടു എ വുമൻ ബിഫോർ. എന്താണ് ഈ ആകർഷണം? ഐ എം നോട്ട് ദാറ്റ് ബ്യൂട്ടിഫുൾ ഓർ സെക്സി. അതിപ്പോൾ എങ്ങനെയാ പറയാ? അത് മനസ്സിൻ്റെ ഉള്ളിൽ വീർപ്പുമുട്ടലല്ലേ, ഉറക്കം കിടത്തുന്ന വീർപ്പുമുട്ടൽ. നോക്കട്ടെ, എവിടെയാ? ഇവിടെ. ഐ കാൻറ്റ് ഹിയർ എനിത്തിങ്. അങ്ങനെ എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റില്ല. എന്നെ പോലെ പ്രേമിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നിനക്കതുണ്ടോ? ഞാൻ എടാ കള്ളോ, ഈശ, listen. ഈശ, wait here. Come here. Hey. ഹേ, ലിസൺ ടു ദിസ്. ലോസ്റ്റ് പീസ് ഓഫ് മൈൻഡ്. മനസ്സമാധാനം നഷ്ടപ്പെട്ടു. കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം അറിയിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കോൺടാക്ട് 9400. ഇതിനേക്കാൾ ഫണിയായ ആഡ് ഞാൻ കാണിച്ചു തരാം. ഇതത്ര ഫണിയൊന്നും അല്ല, ഇത് മറ്റേ അസുഖമാ. എന്നാലെന്താ, ഒരു 100 പേരെങ്കിലും ഇതും കണ്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും അവരെ, തീർച്ച. എനിക്ക് ഈ പരിപാടി മടുത്തു. ബാച്ചിലേഴ്സ് എക്സ്ക്യൂസ്. നല്ല ഏരിയയിലൊന്നും ബാച്ചിലേഴ്സിന് വീടില്ല, ആണായാലും പെണ്ണായാലും. 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഓഫീസിലെത്തി പണിയെടുക്കുന്നതിനേക്കാളും ഈ പണിയും കളഞ്ഞ് വീട്ടിൽ പോയി നിൽക്കുന്നതാണ് നല്ലത്. ബാംഗ്ലൂർ വാസ് സോ മച്ച് ബെറ്റർ. നീ ഇങ്ങനെ ഇംപേഷ്യൻ്റ് ആകാതെ ഫ്ലാറ്റ് കാണാൻ പോകുമ്പോൾ ആ സമീറിനെ കൂടെ കൊണ്ടുപോ. ഭർത്താവാണെന്ന് പറയാലോ. ഒരു ട്രിക്ക്, ഫൂൾ ദം. അല്ലെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്നും കാണിക്കാൻ പറയില്ലല്ലോ. പിന്നെ എപ്പോഴെങ്കിലും ചോദിച്ചാൽ ബിസിനസ് ടൂറിലാണെന്ന് പറയാം. അല്ല എന്താ? ഷെയിം ഓൺ യു. എന്നെ എത്ര ചീപ്പായിട്ട് താൻ കരുതുന്നേ? ഒന്ന് പോടി. നീ എന്തിനെത്ര സീരിയസ് ആവുന്നേ? ഒന്നെങ്കിൽ ബാലുവിനൊപ്പം പോയി താമസിക്കാം, അല്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ. ഇപ്പൊ ലിവിങ് ടുഗദർ ആണെങ്കിലും പാർട്ട്ണറുടെ സ്വത്തിൽ പകുതി സ്ത്രീക്ക് അവകാശപ്പെട്ടതാണെന്നാ കോടതി വിധി. ലിസൺ, നീ കാണുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. Do you think I'm a free bird? You know what? I think it's better if we don't talk right now. Hey, come on, take it easy, baby. അല്ലെങ്കിൽ നീ ഈ കാണുന്ന രീതിയിൽ ഒരു പരസ്യം കൊടുക്ക്. മനസ്സമാധാനം നഷ്ടപ്പെട്ടു, കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം അറിയിക്കണമെന്നൊക്കെ വെച്ച്. നീ പണ്ട് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. ഈ സിറ്റിയിൽ എത്ര മലയാളികളുണ്ടാകുന്നു? അതെന്തിപ്പം മലയാളികളെ കുറിച്ചൊരു ആലോചന? നത്തിങ്. ഈ സിറ്റി എനിക്ക് മടുത്തു തുടങ്ങിയോ എന്നൊരു തോന്നൽ. മറ്റു മലയാളികളെ പോലെ ഒരിടത്തും ഇല്ലാതെ ഒരു അഭയാർത്ഥിയായി ജീവിക്കുകയാണോ എന്നൊരു സംശയം. Oh, you want to shift? That's interesting. Yeah, I don't mind. അത് വേണോ? ഈ സിറ്റിയിൽ അത്ര ഫ്രീഡം അവിടെ ഉണ്ടാവോ? ഒരു ബ്ലോഗിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, പ്രേമിക്കാൻ പറ്റാത്ത നാടാ കേരളമെന്ന്. അതൊക്കെ വെറുതെ. പ്രേമമാണ് അഖിലസാരമൂഴിയിൽ എന്നെഴുതിയ കവിയുടെ നാടാ കേരളം. എന്നിട്ട് അവിടെ എല്ലാവരും പ്രേമിക്കുന്നുണ്ടോ നമ്മളെ പോലെ? പിന്നെ